ഹലോ, ഞാൻ സുനി സജീവ് രേവതി, വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ യേശു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ക്രിസ്ത്യാനി അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ. നമ്മുടെ ലോക ചരിത്ര പുരുഷനായ യേശുവിൻ്റെ കാര്യമായിട്ട് പറയണം. ലോകത്തിൻ്റെ ഒരു ചരിത്ര പുരുഷനെ വെച്ചേക്കണതിനാ നമ്മൾ പഠിക്കാൻ, ആ ചരിത്ര പുരുഷനെ പഠിക്കാൻ. നിങ്ങൾ എത്ര പേര് ലോകത്തിൻ്റെ ചരിത്ര പുരുഷനെ പഠിച്ചു? ശരിക്കും നമ്മൾ പാഠ്യ പുസ്തകത്തിൽ ചരിത്ര പുരുഷൻ്റെ കാര്യം നോക്കേണ്ടതല്ലേ. AD BC എന്തൊരു ആഫ്റ്റർ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, ബിഫോർ ക്രൈസ്റ്റ്, ഒരു ലോകത്തിൻ്റെ ചരിത്രം. അതൊരു സാധാരണക്കാരൻ, കൂലിപ്പണി ചെയ്തുകൊണ്ടിരുന്ന, ഒരു ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ മരിക്കുമ്പോൾ ലോകത്തിൽ, അതും കള്ളനാണെന്നും പറഞ്ഞ് തൂക്കിക്കൊന്നുള്ള ആൾ മരിക്കുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെ ആകാതെ എന്തുകൊണ്ടാണ്? ആ ആളെ ഒന്ന് പഠിച്ചാൽ മതി, നമ്മളൊരു മനുഷ്യൻ രക്ഷപ്പെടും. ഒരു മനുഷ്യൻ അപ്പം ആ നോട്ടം മറയ്ക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് പറഞ്ഞ് യേശുവിനെ കളിയാക്കുകയാണ്. യേശു എന്ന് അടിച്ചു കൊടുക്കുക, ലോകത്തിൻ്റെ രക്ഷകൻ ഗൂഗിളിൽ വന്നേക്കണേ. ക്രിസ്ത്യാനിയുടെ ദൈവം എന്നല്ല വന്നേക്കണത്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ടല്ല, ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് വന്നേക്കണേ. ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്താ നടക്കണേ? ആ രക്ഷകനെയൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ജാതി മതം ഒന്നും നോക്കണ്ട. നമ്മൾ ആ രക്ഷകൻ എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ അതനുസരിച്ച് ജീവിക്കുക. അപ്പോസ്തല പ്രവൃത്തി 16:31 പറയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഒരാൾ, ഈ പെണ്ണുങ്ങൾ ഒരാൾ ആ കുടുംബത്തിൽ രക്ഷപ്പെട്ടാൽ മതി. ഒരാൾ യേശുവിനെ ആ മക്കളോട് പറഞ്ഞു കൊടുത്താൽ മതി. ആ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങളൊന്ന് മക്കളെ, എൻ്റെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ എന്ന് പറഞ്ഞ് എന്നൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ മക്കൾ ഇങ്ങനെ ഇരിക്കും. അനുഗ്രഹം ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. അവരുടെ ഉള്ളിലുള്ള ആത്മാവ് അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മക്കളെ നോക്കി. എൻ്റെ മക്കൾ ദൈവത്തിന്, യേശുവിൻ്റെ അതേ സ്വഭാവമാകും, ദൈവത്തിൻ്റെ സ്വഭാവമാകും, ലോക പ്രശസ്തനാകും, ലോകത്തിനൊരു അനുഗ്രഹമായി മാറും. ഇങ്ങനെ തന്നെ നിങ്ങൾ എന്നും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അത് തന്നെ കൊച്ചുങ്ങളാവുകയും ചെയ്യും. കുഞ്ഞിലെ മുതൽ ക്രിസ്തു യേശു വളർക്കുക. അപ്പം ലോകത്തിൽ പ്രശ്നം മാറും. അപ്പം നമ്മൾ നന്നായാൽ നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കുക. ആദ്യം നമ്മളെ ശരിയാകാനാട്ടോ പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ. ഞാൻ ഓർക്കും, വചനത്തിന് ഇരുതലവാളിൻ്റെ മൂർച്ചയുണ്ട്, അത് എന്നിലേക്ക് മാനസാന്തരം ഉണ്ടാക്കും. അപ്പം ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിയാലാണ് എനിക്കൊരു ചേഞ്ച് വരുള്ളൂ. ലോകം മാറുമല്ല, നമ്മളാണ് മാറേണ്ടതേ. അപ്പം ഗീവവേ എന്ത് ചെയ്യും ഞെറുക്കെടുക്കാത്ത ഉണ്ടോ ഈ പിള്ളേർ? അടുത്ത ദിവസത്തെ വീഡിയോയിലിടാം കേട്ടോ. എന്ത് മറക്കുന്ന പോലെ. അപ്പോൾ ഗീവവേ കഴിഞ്ഞ മാസത്തെ ഇട്ടിട്ടില്ല, അത് പറയാം. നിങ്ങൾ ഈ മാസത്തേലേക്ക് ഇട്ടോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അതൊക്കെ നമ്മൾ നോക്കിയിട്ടാട്ടോ തരുള്ളൂ. അങ്ങനെ കമൻറ്റ് അതൊക്കെ ഇടുക. വലിയ ഇതൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും ഉണ്ട്. ഫേസ്ബുക്കിനും യൂട്യൂബിനും ഇൻസ്റ്റയ്ക്കും ഉണ്ട്. 1000 rupees ഗിഫ്റ്റ് വൗച്ചർ ഷെയർ ചെയ്യുന്നവർക്കൊരു ഇത് വേണ്ടേ, നല്ല നമുക്കൊരു ഉത്സാഹം വരുള്ളൂ. അതുകൂടാണ്ട് നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് ഇന്നൊക്കെ തിരക്കാർന്നു. 25% ഡിസ്കൗണ്ട് ഈ വേനക്ക്. ഇപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് ഇതാക്കുക, സ്പാ ചെയ്യുക, പെഡിക്യൂർ ചെയ്യുക. ഞാനിപ്പോൾ ചെന്നപ്പോൾ പെഡിക്യൂറിനൊക്കെ ആൾക്കാരിരിപ്പുണ്ട്. എല്ലാം ചെയ്യുക. അപ്പോൾ അതൊത്തിരി നമുക്ക് സുഖമാണ്. നമുക്ക് ഈ ടാനിങ്ങൊക്കെ കറുത്ത മുഖത്ത് കുത്തു വന്നു കഴിഞ്ഞിട്ട് അത് പോകാൻ ഭയങ്കര പാടാട്ട്. അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ വന്നിട്ട് കാര്യമില്ല. വന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ വരില്ല. അത് സ്ഥിരമായിട്ട് അടുപ്പിച്ച് ഫേഷ്യൽ ചെയ്യുന്നവർക്ക് അത് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യുക. ഫേഷ്യൽ ബ്രാൻഡ് കമ്പനികളുടെയൊക്കെയാണ്. നിങ്ങളതൊക്കെ ചോദിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ അതൊക്കെ ചെയ്യാവുള്ളൂ ബ്രാൻഡ് കമ്പനികൾ. പിന്നെ നമ്മുടെ സ്കീം, സ്വർണ്ണക്കടയുടെ സ്കീമിൽ കൊണ്ട് ആരും മറക്കരുത്. ഇപ്പം വന്നവർ എല്ലാം ഇത് തന്നെ, അയ്യോ സ്വർണ്ണത്തിന് എന്ത് വിലയാണ്, എല്ലാത്തിനും വില, എന്തിനാ വിലയില്ലാത്ത, അയ്യോ സ്വർണ്ണത്തിന് വില കയറിക്കൊണ്ടിരിക്കണ കാരണം എല്ലാവരും സ്വർണ്ണം മേടിക്കണേ. വില കുറയണ സാധനം ആരെങ്കിലും മേടിക്കുമോ? അപ്പോൾ വില കുറയണ ഒന്നും ആരും മേടിക്കില്ല. വില കൂടുന്ന സാധനം മേടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മേടിച്ചാൽ എനിക്ക് അനുഗ്രഹമല്ലോ, ഇത് വില കൂടിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെയുള്ളതേ മേടിക്കുകയുള്ളൂ. അല്ലാത്തത് വില കുറഞ്ഞു പോകുന്ന സാധനം നമ്മുടെയൊക്കെ എന്തിനാ മേടിച്ച് ഇത്രയും വില കൊടുത്ത് മേടിക്കണേ? ഇപ്പം നമുക്ക് വിലയുള്ളത് മേടിക്കുകയും ചെയ്യാം, ഇടുകയും ചെയ്യാം. പണയം വയ്ക്കാൻ, വിൽക്കണേയും വിൽക്കാം. അപ്പോൾ സ്കീമിൽ കൂടണം, മറക്കരുതേ. അപ്പം കാര്യങ്ങളെല്ലാം ഇല്ലേ. അപ്പോൾ ഇന്നത്തെ 4 മിനിറ്റായി അവളുമാരെന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. 4 മിനിറ്റ്. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ നൈറ്റി ഫ്രോക്കും ഉണ്ട്. നൈറ്റി ഫ്രോക്കല്ല, ശരിക്കും ഫ്രോക്ക് അപ്പുറത്തൊക്കെ ഇടാവുന്ന. പിന്നെ നൈറ്റികളും ഈ ചൂടത്ത് നല്ല അജ്രക് പ്രിന്റിൻ്റെ കോട്ടൺ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് നൈറ്റിയാണോ? നൈറ്റിയല്ല, ഫ്രോക്കാണോ? ഇത് ഫ്രോക്കുകളാണ്. എൻ സ്റ്റൈലിൻ്റെ ആട്ടോ കാണിക്കണത്. ഇത് ഇവിടെ ഞെറിവുള്ള നല്ല മെറ്റീരിയൽ, റയോൺ, നല്ല ഇങ്ങനെ ഒരു ഇതൊക്കെ പിടിച്ചോണ്ട് നിന്ന് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. മീഡിയം തൊട്ട്
മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുണ്ട്. മീഡിയത്തിന് 610 ലാർജിന് 620, അടുത്തതിന് 630 അങ്ങനെ വരും കേട്ടോ. 10 രൂപ വെച്ച് തുണിക്ക് കൂടുതൽ എടുക്കണനുസരിച്ച്. അപ്പോൾ ഇതങ്ങനെ കുറേ ഫ്രോക്കുണ്ട്. ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ വന്നാൽ പെട്ടെന്ന് നല്ല സെയിൽ ചെയ്ത് എല്ലാം അതെ കേട്ടോ. അതെ എല്ലാം ഇവിടെ ഒരു ഞെറുവൊക്കെ ആയിട്ട് നല്ല ബോട്ടിൽ ഗ്രീൻ. ഇത് എക്സലും ഡബിൾ എക്സലും ആട്ടോ. ഫോട്ടോ 610 ഡബിൾ എക്സലിന് 620. എൻ്റെ ഫോട്ടോ ആണ് ചാടിപ്പോയി. എല്ലാ പീച്ചിലും എടുത്ത് വയ്ക്കും. ഇത് കണ്ടോ, നല്ല നെറ്റ്, കൈയൊക്കെ ഇങ്ങനെ നല്ല പാറ്റേൺ. ഇവിടെ ഒരു ചുമ്മാ ഒരു എലാസ്റ്റിക് പോലെ ഇതേ ഇവിടെ ബാക്കും ഇങ്ങനെ. എത്ര സൈസ് ഏതൊക്കെയാണ്? മീഡിയം തൊട്ട് എക്സൽ വരെ. റേറ്റ് 590. അതെയോ, ഇതിന് വില വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളത് വില അനുസരിച്ച് ലാർജിന് 590, എക്സലിന് 610, ഇത് 590. മീഡിയം കാണിക്കൽ നല്ല ചടങ്ങ. ഈ പ്രിന്റുകൾ മാറുമ്പോഴൊക്കെ ബാക്കി ഇങ്ങനെയാട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ഞെറുവുള്ളൂ, വണ്ണമൊന്നും തോന്നിക്കില്ല. നല്ല ഫ്രോക്കുകൾ താഴെ ഫ്രണ്ടുണ്ട് കേട്ടോ. ഇത് എത്ര സൈസ്? ലാർജ് 620, എക്സലിന് 630, ഡബിൾ എക്സൽ വരുമ്പോൾ 640. വില കൂടിക്കൊണ്ടിരിക്കട്ടെ ഓരോ സൈസ് വരുമ്പോൾ 10 രൂപ വെച്ച്. ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ അല്ലേ? മീഡിയം തൊട്ട് ലാർജ് തൊട്ട് എക്സൽ വരെ. ലാർജ് തൊട്ട് എക്സൽ വരെ. എത്ര 3-4 കയ്യിലിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇതോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ, ലാർജ് എക്സൽ ഡബിൾ എക്സൽ, 3 ലാർജ് എക്സൽ ഡബിൾ എക്സൽ. തെറ്റിക്കല്ലേ ആ പടം ഉരുളി ചാടിച്ചു. വേണ്ട ആ പടം. അയ്യോ, ഇതാ ബ്ലൂ കാണിച്ചപ്പോൾ ഒന്നിച്ച് കാണിച്ചാൽ മതിയായിരുന്നല്ലോ. സെയിം പാറ്റേൺ അല്ലേ? വ്യത്യാസമുണ്ടോ? ഓ ഇല്ല, ഇതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ ബാക്ക് ഇങ്ങനെ സെയിം ആവും. ആ പോക്കറ്റൊക്കെ ഉണ്ട് എവിടെ? എല്ലാത്തിനും തന്നെ പോക്കറ്റൊക്കെ കാണും കേട്ടോ. നല്ല മെറ്റീരിയൽ, നല്ല കളേഴ്സ്. പറ 590. പിന്നെ 10 രൂപ കൂടുവേ. മീഡിയം തൊട്ട് എക്സൽ വരെ അല്ലേ? മീഡിയം തൊട്ട് എക്സൽ വരെ അതൊക്കെ പറഞ്ഞു കാണിക്കുമ്പോൾ ഞാൻ തന്നെ പാടൊക്കെ ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. പറ. മീഡിയം 650. ഇത് ലാർജ് 620, എക്സൽ 630. ഇത് 610 മുതൽ 10 രൂപ ചൂടും. മീഡിയം തൊട്ട് എക്സൽ വരെ ഉണ്ട് കേട്ടോ. ഇതിന് ഡബിൾ എക്സലാണോ? ഈ കളറ് ഡബിൾ എക്സലിൽ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. 620. എല്ലാം എടുത്തണമായിരിക്കുമോ? സെയിം ആയിരിക്കുമോ? സെയിം കളറൊക്കെ ചുമ്മാ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. വ്യത്യാസം എടുത്തുണ്ടല്ലോ. ഇത് കൈയില്ലാത്ത, കൈയുള്ളത് പറഞ്ഞാൽ കാണിക്കാം. കൈ അകത്തുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് വേണ്ട. ഒരു അടിയിൽ ഇങ്ങനെ ഫ്രില്ലുണ്ട് കേട്ടോ. വള്ളിയുണ്ട്. നല്ല ഒറിജിനൽ കോട്ടൺ ആട്ടോ. 380 കേട്ടോ. ഇത് കൈയില്ലാത്തതാണോ? ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം. ഹാഫ് കൈ ആട്ടോ അകത്ത്. ഇതിനൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കൈയാണ്. ഇങ്ങനത്തെ കൈ തന്നെ അതിൻ്റെ ഉള്ളിലും. ഈ പ്രിന്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. അടിയിൽ ഫ്രില്ല് കേട്ടോ. ഇത് 350 തന്നെയല്ലേ? എല്ലാം 380 ആട്ടോ. ഇത് സൈസ് ഏതായി കാണിക്കണേ? മീഡിയം ആട്ടോ. അതിൻ്റെ പ്രിന്റ് വ്യത്യാസം. മീഡിയത്തിൻ്റെ അതിൻ്റെ പ്രിന്റ് വ്യത്യാസം. ഒരെണ്ണം ചുമ്മാ ഒന്ന് എടുക്കും.
കാണിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ തലയും കുത്തിയാണ്. അയ്യോ എനിക്ക് വയ്യ, ചിരിക്കാൻ പറ്റില്ല. സ്പീഡിൽ കാണിക്കാം. എന്നാൽ ഇവിടത്തെ കാണിക്കാം. 350 കേട്ടോ. ചിലതിന് കയ്യില്ല കേട്ടോ. ഇതിന് കയ്യില്ലാത്ത കൈയൊക്കെ വേണം ഈ ചൂടത്ത്. ഈ ലാർജ് കാണിക്കണേ. ഇനി ലാർജ് ആട്ടോ. പെട്ടെന്ന് കാണിക്കൂട്ടോ. പെട്ടെന്ന് നോക്കിയോ, പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ലാർജ്. അടിയിലെല്ലാത്തിനും ഞെറിവുണ്ട്, വള്ളിയുണ്ട്, കഴുത്ത് വീയ, പോക്കറ്റും ഉണ്ട്. കൈ എല്ലാം സെയിമാണ്. അത് കാരണം പെട്ടെന്ന് കാണിക്കണം കേട്ടോ. ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തോ. ഇത് കഴിഞ്ഞോണം എപ്പോൾ കൊണ്ടുവന്നാലും ഇത് ഫുള്ള് പെട്ടെന്ന് തീരും കേട്ടോ. അടിപൊളി സംഭവമാണ്. നല്ല സംഭവങ്ങളാണ്. ഇതിൻ്റെ എല്ലാ കളറും എടുത്തുണ്ടായിരുന്നു. ഇത് ലാർജല്ലേ കാണിക്കണേ? ലാർജാട്ടോ. തിരക്കിലാട്ടോ, അതാ വർത്താനം പറയാത്ത കേട്ടോ. നല്ല റെഡാട്ടോ. നല്ല ഭംഗിയായിരിക്കും റെഡൊക്കെ ഇട്ടാലേ. എല്ലാ കളറും നല്ലതാണ്. ഒറിജിനൽ അജ്രക്ക്, ലൈനിങ് ഒന്നുമില്ല. നല്ല ഫ്രോക്ക് നമുക്ക് വീട്ടിനകത്ത് പുറത്തൊക്കെ പോകുമ്പോഴിടാം. എല്ലാം ഒരേ പാറ്റേൺ എടുത്തേക്കണം, അല്ലെങ്കിൽ അടിഞ്ഞെറുള്ളതല്ലേ. അല്ല, ഇതിന് വ്യത്യാസമുണ്ട്. ഇത് ബട്ടൺസ് ഉള്ള ഒരു പാറ്റേൺ. ലാർജ് ആട്ടത് എക്സൽ ഇട്ടോ. കൈയൊക്കെ കൊണ്ട് അടിയിൽ ഞെറിവുള്ളതല്ലേ ഈ പാറ്റേൺ. അടിയിൽ ഞെറിവുള്ള പാറ്റേൺ. ഇതൊക്കെ സെയിം തന്നെ, അടിയിൽ ഞെറിവുള്ള എക്സൽ. അതിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ വിടത്തിലെ ഭംഗിയില്ല അല്ലേ. ചുമ്മാ അങ്ങനെ കാണിച്ചാൽ മതിയാവും. നല്ല പാടുണ്ട് ഇത് വെബ്സൈറ്റിൽ കയറ്റാനും. ഇതിനാ അയ്യോ ഇത് ഉടുപ്പ്. അത് വേറെ ഉണ്ട്. ഇതിൽ ഉടുപ്പ് പാറ്റയാണ് ഇത്. ഉടുപ്പാന്ന് ഇങ്ങനെ മൊത്തം ഞെറുവ. പുറകിലൊക്കെ ഞെറിവുള്ള വള്ളിയില്ലല്ലേ. ഇനി വള്ളിയില്ല. പാറ്റയാണ് ഉടുപ്പ്. ഇഷ്ടമുള്ളവർക്ക് ഞെറിവുള്ള ഉടുപ്പേ. ഇതൊക്കെ ഏലയും തന്നെ കേട്ടോ. ബാക്ക് ഫ്രണ്ടിൽ ഞെറിവില്ല, അടിയിൽ ഫുള്ളുള്ള ഏലയുണ്ട്. ഇതെല്ലാം എക്സലാട്ടോ. പാറ്റയും വേണ്ടോ വ്യത്യാസം വേണ്ടോ നോക്കിക്കോട്ടോ. ഞാനിങ്ങനെ ഇടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റില്ല. എക്സലിൻ്റെ തീർന്നു അല്ലേ. ഈ ഡബിൾ എക്സൽ. അടുത്ത ഫ്രണ്ട് കാണിക്കാൻ ഇവിടുത്തോ വേണോ? ഡബിൾ എക്സലാട്ടോ. ഈ ഉടുപ്പൊക്കെ ഈ വണ്ണമുള്ളവർക്ക് ഉടുപ്പിട്ടാൽ ഒത്തിരി വണ്ണം കുറവ് തോന്നിക്കും കേട്ടോ. എൻ്റെ പെണ്ണെ ഇങ്ങനെ ഈ ബനിയനും പാൻറ്റും കൂടി ഇടുമ്പോൾ ഭയങ്കര തടി തോന്നിക്കും വണ്ണമുള്ളവർക്കേ. വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അല്ല, വണ്ണമുള്ളവർക്ക് ഈ ഫ്രോക്ക് ഏറ്റവും നല്ലത്. എല്ലാവരും നേരെ തിരിച്ചവർക്ക് മെല്ലിച്ചവർക്കാണ്. മെല്ലിച്ചവരെക്കാളും നല്ലതാണ് ഇങ്ങനെ തടിയുള്ളവർക്ക്. ആ കൊച്ചുകൂടെ വന്നപ്പോൾ നല്ല രസമല്ലാതെ തടി കുറവ് തോന്നിക്കേണ്ടതാണ് അല്ലേ ഉടുപ്പിടുമ്പോൾ. ഞങ്ങൾക്കൊരു കൊച്ചു പുതിയ സ്റ്റാഫ് വന്ന് നടന്നേ. നല്ല തടിയുണ്ട്. അപ്പോൾ അവൾ ഉടുപ്പിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നല്ല രസം. തടി തോന്നിക്കണില്ല. എനിക്കങ്ങ് ഉടുപ്പിട്ടോണ്ട് നടന്നാൽ മതിയായിരുന്നു. നിങ്ങളെല്ലാവരും ഉടുപ്പിടാവുന്ന എനിക്ക് ഉടുപ്പിടാറും. ഇതിട്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാനാ. പിന്നെ വീട്ടിൽ കൂടെ എന്നായിട്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ട വരും. ആരെങ്കിലും വന്നാൽ ഇച്ചിരി നേരമേ ഉള്ളൂ. പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല ഈ ഓടാനും വേറെ ഡ്രസ്സ് മാറാനും മൊത്തം മടിയും. ഇപ്പോൾ ഓടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ ഉടുപ്പിട്ടാൽ ഇനി പറയും ദേ ആ രേവതിയിലെ പുള്ളിക്കാരി ഉടുപ്പ് ഇട്ടുകൊണ്ട് വീട്ടിരിക്കണം. ഇത് വേറെ പാറ്റേൺ കേട്ടോ. കേരളത്തിൽ അങ്ങനെയാണ്. മറ്റുള്ളവരെന്ത് പറയും? ഇതല്ലേ എല്ലാവരും ചിരിക്കണം. ഇങ്ങനെ നിങ്ങളൊക്കെ ഉടുപ്പിടുവാണെങ്കിൽ എനിക്ക് ഉടുപ്പിട്ടാൽ മതിയായിരുന്നു. ഇതാട്ടോ ശരിക്കും പ്രായം കൂടിയവർക്കും നല്ലതാട്ടോ.
ഈ കാറ്റും കീറും എൻ്റെ പൊന്നെ. ഈ ഫുള്ള് താഴെ വരെ വലിച്ചുകൊണ്ട് ഈ നൈറ്റി ഇട്ടുകൊണ്ട് പറമ്പിൽ കട ചെടിയും പിടിക്കാൻ ഇതൊക്കെ മതി. നമുക്ക് നൈറ്റി ഇഷ്ടമുള്ളവർ കാലം മാറട്ടെ. പെട്ടെന്ന് കുറച്ച് തുണി ഇട്ടാൽ മതി ആൾക്കാർ. പണ്ട് ഇങ്ങനെ ഈ മുണ്ടും ബ്ലൗസും ഇട്ട് കിട്ടുന്ന ആരും പീഡിപ്പിക്കണില്ലായിരുന്നല്ലോ. റോഡിൽ കിടപ്പുന്നവരെയൊന്നും തുണി കണ്ടിട്ടാണ് പീഡിപ്പിക്കണത്. ഇങ്ങനെ മുണ്ടും ബ്ലൗസും ഇല്ലായിരുന്ന പണ്ട്. ചുമ്മാ ആ ബ്ലൗസ് പോലും ഇല്ലാത്തവരെയൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ടാവും. പണ്ടൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. പീഡനമൊക്കെ ഞരമ്പ് രോഗികൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വന്തം രക്ഷ നോക്കുക. അടിപൊളി സംഭവമാണ്. അടിപൊളി സംഭവമാണ്. റെഡ് ഡബിൾ എക്സിലാട്ടോ. ഇനി 3Xലൂടെ ഉള്ളേ. പെട്ടെന്ന് എടുത്തോ. ഇതപ്പടിയും തീരും. കണ്ടാൽ ഒത്തിരി തോന്നിക്കണില്ലേ? ഇതപ്പടിയും കാണിച്ചത് വീഡിയോയിൽ തികയില്ലാണ്ട് വന്ന കാരണമാണ് ഇത് ഇത്രയും ഫ്രോക്ക് എടുത്തേ. കഴിഞ്ഞ ഓണേ ഫ്രോക്ക് എടുത്തുകൊണ്ട് കൊണ്ട് ഇവിടെയൊന്നും തികഞ്ഞില്ല. കസ്റ്റമർ ചോദിച്ചു നിർത്താൻ തോന്നുന്നു. ഇത് 3Xലാട്ടോ. 3XL. നിങ്ങൾ ചോദിച്ചു വന്ന സാധനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടുക. വരുത്താൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് വരുത്തി തരാം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ വീഡിയോ പിടിക്കാൻ വെച്ചേക്കണം. വല്ലതും ഉണ്ടെങ്കിൽ അതും തരും കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഓൺലൈനിലെല്ലാം കൊടുക്കുവാണേന്നൊക്കെ പറഞ്ഞ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കാണ്ടേ കിട്ടാനുള്ള മാർഗം അന്വേഷിക്കുക. അടിപൊളി സംഭവം. സൂപ്പർ സംഭവം. അടിപൊളിയാണ്. ഞെറിവുണ്ട്. നല്ല കളേഴ്സും അല്ലേ. ഈ ചൂട് എന്ത് ചൂടല്ലേ. ഓരോ വർഷം തോന്നുന്നു ചൂട് വർദ്ധിക്കുക അല്ലേ. 3Xലാട്ടോ. ഈ വേനൽക്കാല വസതി എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാശ്മീർ പോയാലോ? എന്നൊക്കെ ഞാൻ എവിടെയെങ്കിലും പോണത് അപ്പോൾ തുടങ്ങും മിണ്ടാൻ പോലെ ഈ കടയിൽ അപ്പം ഉടനെ അതിനു മുമ്പ് സമ്മതം കൊള്ളിട്ടോ. ഫെബ്രുവരി മാർച്ച് ചെയ്യുമ്പോൾ തിരിച്ചു ഇവിടെ പോയി എണ്ണയിലൊക്കെ പണിയൊക്കെ എടുത്തിട്ട് മാർച്ച് ഏപ്രിലാകുമ്പോൾ തിരിച്ചു വരാമേ. ശരിയാ. കാശ്മീരിൽ നിന്ന് ഇതിക്കടെ പോയപ്പോ എന്ന് വരാനാ പറഞ്ഞേ? മെയ്യിലെ പൂക്കള് കാണാൻ. അല്ലാതെ ഏപ്രിലാ പൂവ്. മാർച്ച് അവസാനം നിന്നാ കാണാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആ ചെറുക്കനെ കണ്ട മലയാളി ലുക്കാ. ഇത് തീർന്നോട്ടോ 3XLന്റെ. മീഡിയത്തിൻ്റെ അതിൻ്റെ ഒരു അപ്പനെ ഇവിടത്തല്ല ഒരു പാറ്റേൺ കാണിച്ചേക്കാം. ഇത് മീഡിയം തൊട്ട് മിക്ക സൈസിലും കാണും കേട്ടോ. മീഡിയം തൊട്ട് DXL വരെ അല്ലേ. DXL വരെ ഈ നൈറ്റിയുടെ പാറ്റേൺ ഉണ്ട് കേട്ടോ. എല്ലാം കാണിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ നൈറ്റി നല്ലതാണ്. കഴുത്തിലിങ്ങനെ കൈ എത്രയാണ് റേറ്റ്? 430 നൈറ്റി കേട്ടോ. നല്ലതാണ്. ഇതിന് 450. ഇത് കാണിക്കണേ ഏതൊക്കെയാണ്? മീഡിയം ആട്ടോ. നൈറ്റി ആട്ടോ. ഏലൈനല്ല. ഇത് നൈറ്റി ആണോ അത് ഏലൈനാണോ? നൈറ്റിയാ. 450. ഇതിനോ 450. ഇതെല്ലാം മീഡിയം അല്ലേ? ഇത് 430. സൈസ് ഏതാ? മീഡിയം. ഇച്ചിരി അടിപൊളി നൈറ്റി. നല്ല സോഫ്റ്റ് തുണി നോക്കി ഈ തുണി എടുത്തിട്ടുണ്ട്. ഇത് 710. എനിക്ക് നൈറ്റി ഇട്ട നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു. അതാ എനിക്ക് എല്ലാം ഫ്രോക്ക് ഇടണം.
ഞാൻ ജീൻസിൻ്റെ ടോപ്പ് ഇട്ട ഒരാനക്കുട്ടി നിൽക്കണം പോലെ. ഇപ്പോൾ പണ്ട് എന്ത് രസമായിരുന്നു പ്ലസ് 1 പ്ലസ് 2 ഒക്കെ 40 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ജീൻസിനുമ്പോൾ നല്ല പൊങ്ങി വരുമല്ലോ. അതൊന്നും ഇടാനുള്ള ആസ്വദിക്കാൻ സമയം കിട്ടിയില്ല. നല്ല ഭംഗിയുള്ള നൈറ്റി കേട്ടോ. അതിൻ്റെ എത്ര കളേഴ്സ് ഉണ്ട്? 2 ഇപ്പോൾ കാണിക്കണത് മീഡിയമാണ്. ഇത് വേറെ ഡിസൈൻ മീഡിയത്തിൽ 699. നല്ല സോഫ്റ്റ് തുണിയാട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് 699. അത് കളർ ചേഞ്ച് ആണോ? പടം കാണിച്ചായിരുന്നോ? $699. ഇത് സത്യത്തിൽ നമുക്ക് മുതലാവില്ല ഇങ്ങനെ ഈ വീഡിയോ കാണിച്ചാൽ. നിസ്സാര ലാഭമുള്ളൂ ഞങ്ങൾക്ക്. മേടിച്ചുകൊണ്ട് തന്നെ അല്ലാത്ത നൈറ്റികളും സാധനങ്ങളും അല്ല. സ്റ്റൈലിൻ്റെ പരസ്യമാണ്. ഞാനാണെങ്കിൽ ഓരോന്നും പക്ഷെ ഇങ്ങനെ ഒത്തിരി പേര് ഇത് ചോദിക്കണ്ട്, എടുക്കണമുണ്ട്. അപ്പം ബാക്കി ഇങ്ങനെയാട്ടോ. മിക്കവരും തന്നെ തുണിയൊക്കെ നല്ലതാണ്. ഇത് ലാർജ് അല്ലേ? മീഡിയം തന്നെയാണ് ഇതും. ലാർജ് തുടങ്ങിയില്ലേ? ഇതൊക്കെ മീഡിയ. എന്നാ വെച്ചാൽ മീഡിയത്തിൻ്റെ കൂടുതൽ എടുത്തതെന്ന് വെച്ചാൽ മീഡിയത്തിൻ്റെ വില കൂടിയത് നമുക്കില്ലായിരുന്നു അല്ലേ? XL-ഉം XXL-ഉം ഒക്കെ ഇരിക്കുന്നത്. മീഡിയത്തിൻ്റെ ഇങ്ങനത്തെ നല്ല എംബ്രോയിഡറിയുടെ ഇല്ലായിരുന്നു. ഇത് 699 കേട്ടോ. വിലയല്ല ഇത് കാണും കേട്ടോ. ഇത് ലാർജ് 690. ഇതൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ പോലും പോകില്ല കേട്ടോ. പോവുകയില്ല. അങ്ങനെ ഒരു പ്രോബ്ലം. വേറെ നൈറ്റ് മേടിക്കാമെന്ന് ഓർക്കണ്ട. വില കൂടിയ സാധനം പോവില്ല. എന്നാൽ സോഫ്റ്റ് ഉള്ള തുണിയാട്ടോ. ഞാൻ പിടിച്ചു നോക്കി സോഫ്റ്റുള്ള തുണി നോക്കി എടുത്ത്. എംബ്രോയിഡറി എല്ലാം സൂപ്പറാണ്. ഇത് ലാർജ് ആട്ടോ. 690. ഇത് ലാർജിൻ്റെ ആണോ? ഇത് XL തൊട്ട് അതെയോ? ഇത് XL ആട്ടോ. നല്ലൊരു പാറ്റേൺ. 775. ബനിയൻ ആട്ടോ. എനിക്കിഷ്ടമാണ് ബനിയൻ ടൈപ്പ്. ഇതറിഞ്ഞ എനിക്ക് എടുക്കണം. ഈ സൈസ് എനിക്ക് ബനിയനെ ഇഷ്ടം. എന്നിട്ടാലും വണ്ണത്തിന് രക്ഷയില്ല. 2 ദിവസം ജിമ്മിൽ പോയി. 2 ദിവസം ഷൂവും മേടിച്ചു, സോക്സും മേടിച്ചു. ഒന്നും പറയണ്ട. എല്ലാവരും ടേപ്പിൽ പിടിക്കും ഞാനിനി ജിമ്മിൽ പോവാന്ന് പറയുമ്പോ. ഷൂവും മേടിച്ചു, സോക്സും പോയി. 2 ദിവസം പോയി. ഇതേ അവിടെ ഇരിക്കണം. ചൂട് കാരണമാണോ? ചൂട് മാറുന്നേ പോകും. ചൂട് മാറുമ്പോൾ മഴ വിടും. 775 കേട്ടോ. വർത്താനം പറഞ്ഞ ഇതുപോലെ ലാർജായിട്ടേ കാണിക്കണേ. അയ്യോ XL. ഇപ്പൊ ലാർജ് കാണിച്ചോ? XL കേട്ടോ. സോറി XL മതിയായിരിക്കും എനിക്ക്. ഇതൊന്ന് ഇറങ്ങി നോക്കാറുണ്ട്. XL തന്നെയാട്ടോ. ഇത് നല്ല 675. ബനിയൻ ടൈപ്പ് ആട്ടോ. എനിക്കിഷ്ടമാണ് ബനിയൻ ടൈപ്പ്. നല്ല രസമുണ്ട്. ഇതേ പടം കണ്ടോ? ആ ഫിലിം സ്റ്റാർ നൈറ്റി അപ്പടി ഉണ്ടേ ഓരോന്ന് തയ്ക്കുമ്പോഴും. ഉണ്ടെന്ന് പറഞ്ഞ അപ്പോൾ ഇത് XL വരെയല്ലേ കാണിച്ചണേ. അപ്പോൾ XXL കാണും. പക്ഷെ ആവശ്യമുള്ളവർ മാത്രം ഫോട്ടോ ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം. കാരണം ഇനി അത് പോയി ഫോട്ടോ ഇട്ട് അങ്ങനെയൊക്കെ സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇടുമല്ലോ. അങ്ങനെ കുഴപ്പം.
അപ്പോൾ യേശുമ്പുരാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.